ഹലോ ഗൈസ്, 10 കൊല്ലമായിട്ട് കാത്തിരുന്ന് ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പ് ആട്ടോ ഞാൻ പോണേ. സോറി, ഗേൾസ് ട്രിപ്പിന് ആളില്ല, ആള് ന്യൂയോർക്ക് പോയി സോളോക്ക്. ഞാൻ പോയത് തായ്ലൻഡിലേക്ക്. എന്റെ ബെസ്റ്റ് ബഡീസിന്റെ ഒപ്പം ഞങ്ങൾ 4 പേര് 4 സ്ഥലത്ത് നട്ടോ വന്നത്. അക്കൊരു ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം റെഡി ആയിട്ട് നിന്ന് അവളെ തന്നെ റെഡിയാക്കുന്ന സീനാണ് നിങ്ങൾ കാണാം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വണ്ടിയൊക്കെ സെറ്റ് ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ. വണ്ടി കയറിയപ്പോ തന്നെ വിശപ്പിന്റെ മണടിച്ചുകൊണ്ട് നല്ല റെസ്റ്റോറന്റിൽ നിർത്തി തന്നു. ബീൻസിനൊന്നും ഒരു കുറവുണ്ടായില്ല. ഫുഡ് വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള വിദ്യകൾ പഠിപ്പിച്ചതാണ് നയന. പക്ഷെ ഫുഡ് വന്നപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ റൈസ് ആണ് ഓർഡർ. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മളാണ് ഫസ്റ്റ് സ്പോട്ട് പോയിട്ടോ. ഇതാണ് ഫുക്കറ്റ് ഓൾഡ് ടൗൺ. ഇത് ഫുക്കറ്റിലെ ഒരു മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ. നല്ല വൈബായിരുന്നു, നല്ല ഭംഗിയുള്ള സ്ട്രീറ്റ്സ് ആയിരുന്നു. ഇനി ഫോട്ടോഗ്രാഫിക് സ്കിൽസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. Thanks. Hello, uncle. സുഖമാണോ? God, you again? വീണ്ടും നിങ്ങൾ ഞാൻ ഫോട്ടോ എടുത്ത് തന്നെ ക്ഷീണം മാറ്റാൻ വേണ്ടി നിങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറി. മാംഗോ സ്മൂത്തി ആണ് ഓർഡർ ചെയ്തത്. അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഈ ഓൾഡ് ടൗൺ കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോയത് ഫുക്കറ്റ് വ്യൂ പോയിന്റിലേക്കാണ്. അവിടുത്തെ വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഫുൾ സിറ്റീനെ നമുക്ക് ഇവിടുന്ന് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാം. അത് കുറച്ചു നേരം ഇരുന്ന് ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോയത് ഒരു ടെമ്പിളിലേക്കാണ്. സ്വർണ്ണ ഗോപുരങ്ങളും നല്ല സ്വർണ്ണ കവാടങ്ങളും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള അമ്പലം. ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് കേട്ടോ, അവിടെ എല്ലായിടത്തും ഭയങ്കര നീറ്റാണ്. അമ്പലത്തിനുള്ളിലത്തെ പ്രതിഷ്ഠയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അവിടെ ഇങ്ങനെ ഗോൾഡൻ ലേബിൾസ് വെച്ച് ഒട്ടിക്കലാണ് പ്രധാനപ്പെട്ട ഒരു വഴിപാട് പോലെ അവർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ കാണാം. അമ്പലം കഴിഞ്ഞ ഉടനെ ഞങ്ങളൊരു ജെം ഗാലറിയിലും കൂടെ പോയി. അവിടെ പോയിട്ട് പലതരം പേൾസും ജെംസും ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും വിശപ്പിന്റെ വെളി വന്നുകൊണ്ട് 7-Eleven കയറി. 7-Eleven കയറിയപ്പോൾ എന്തൊക്കെ എടുക്കണ്ടേന്ന് അറിയാൻ പാടില്ല. അത്രയും ഓപ്ഷൻസ് ആയിരുന്നു. എന്തായാലും 4 പേരറിയാത്ത ജ്യൂസ് കൊടുത്ത് ഞങ്ങൾ ബില്ല് ചെയ്ത് പുറത്തിറങ്ങി. അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയപ്പോഴേക്കും ഏകദേശം സൺസെറ്റ് ടൈം ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡേ 1 ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ ഇത്. ഗൈസ്, ഈ വ്യൂ ഒന്ന് നോക്കി, എന്തൊരു മനോഹരാണ്. ഭയങ്കരം തന്നെ. അത് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ കുറെ നേരം ഇരുന്നു. വ്യൂ എങ്ങനെയുണ്ട്? സൂപ്പർ, മാർവലസ്, ഫാന്റാസ്റ്റിക്, അമേസിംഗ്. എങ്ങനെയുണ്ടാക്കൂ? അടിപൊളി. അങ്ങനെ ഞങ്ങള് വ്യൂ പോയിന്റ് കണ്ടാസ്വദിച്ച് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നാക്കി. അൻഡാക്കിര ഹോട്ടൽസിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. ബൈ.